എടാ നീ എവിടെ വയ്ക്കുവാ? എടാ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ ഒന്ന് വേഗം വരാൻ. എനിക്ക് ഒന്ന് രണ്ട് സ്ഥലത്ത് പോകാനുണ്ട്. ആ ഡ്രസ്സ് എടുത്തോ? എന്തുവാടാ ഇത് തമാശ കാണിച്ചോണ്ടിരിക്കാതെ വേഗം വന്നേ. ഇവനോട് എപ്പോൾ പറഞ്ഞതാ ചെറുക്കൻ്റെ ഒരു കാര്യം. എന്താ സേതുവേട്ടാ, വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു. സേതുവേട്ടന് എന്താ പറ്റിയേ? എന്ത്? എനിക്ക് പുറത്തേക്കൊന്ന് പോകണം. നീ ഒന്ന് പോയേ. എന്നെ എന്തോ അവോയ്ഡ് ചെയ്യുന്നത് പോലെ. സേതുവേട്ടൻ ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ. പറ സേതുവേട്ടാ, എന്താ കാര്യം? ആ മോളെ, മോൻ്റെ തുണി വല്ലതും കഴുകാനുണ്ടെങ്കിലേ ഇങ്ങെടുക്ക്. ഭാരതി അടുക്കളപ്പണി കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് അങ്ങ് കരുതിയിടിക്കാം. ഞാൻ എടുത്തോണ്ട് വരാച്ചാ. ശരി. ആ അവിടെ കിടക്കട്ടെ, അവിടെ കിടക്കട്ടെ. ആ തുണിയും എടുത്തു. ഓ നീ എത്തിയോ? ഇല്ലടോ, ഒന്നുമില്ല. ID കാർഡേ. ആ എന്തുകൊണ്ട്? സുഖമാണോ? പിന്നെ പറ. പിന്നെ അമ്മയ്ക്കൊക്കെ സുഖം. ഇതെന്തൊരു കോലോടാ, ഊശാൻ താടിയൊക്കെ വെച്ചിട്ട്. ഇപ്പോഴത്തെ ട്രെൻഡ് മീഷൻ താടിയൊക്കെ അല്ലേ അണ്ണാ? അതൊക്കെ ശരിയാടാ, പക്ഷെ ഇതിനകത്ത് ഇനി എന്തോന്ന് വരാനാ? പൊന്നാണ് നിങ്ങൾ നമ്മച്ച് ഒരു മാറ്റമല്ലാണോ നിങ്ങൾക്ക്? പോയി റെഡി ആയിട്ടൊന്ന്. യോമാര് വഴി അടക്കാനും വയ്യ. ബീഫ് എന്താടാ? ബീഫ് ഇത് പിടി. ഹലോ മിസ്റ്റർ കൃഷ്ണൻ, ഒളിച്ചിരിക്കുകയാണല്ലേ? മഞ്ഞ തുണി കൊടുത്തോണ്ട് നിന്നാ മതിയോ? ഒരു ജീൻസ് ഒക്കെ ഇടണ്ടേ? ട്രെൻഡ് പിടിയപ്പാ. മേടിച്ചു പോയാലോ മൂപ്പിനെ? ഇയാൾക്ക് എന്തിന്റെ കേടാ? അമ്മാവോ, അവന്റെ പോത്തറച്ചി പട്ടി കൊണ്ട് പോയാനെ. എല്ലാം കാത്തു. എന്താ ശങ്കുണ്ണിയെ ഇവിടെ ഒരു ബഹളം? ഒന്നുമില്ലമ്മ, ഈ ഓൾഡ് പീസിന് ഇതുവരെ കളയാറായില്ലയോ? പെൻഷൻ പ്രായം 2 വട്ടം കഴിഞ്ഞു കാണുമല്ലോ. എടാ നെത്തലിച്ചറക്ക, നീ എന്നെ പാറ്റാൻ നിക്കല്ലേ? എടാ മൂത്തവരെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് സേതു കുഞ്ഞിനെ കണ്ടു പഠിക്കടാ. ആയിക്കോട്ടെ ഭാരതിയേ. അതൊരു സാധുവാ. പണ്ട് അച്ഛന്റെ കാലം തൊട്ടേ തറവാടിന്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തിക്കൊണ്ടിരിക്കുക. തനി പഴഞ്ചൻ. എനിക്കറിയാം അമ്മ. പിന്നെ ശംഖുമാമനെ കാണുമ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വട്ടി വിളിപ്പിക്കുന്നത് എനിക്കൊരു രസമാണ്. അപ്പച്ചി, ഞങ്ങളൊന്ന് പുറത്തു പോയിട്ടുക. ശരി, ആയിക്കോട്ടെ. വാടാ. ഒഴുകി പൊന്നോനെടാ കഷ്ടപ്പെട്ട് കുടിച്ച കളയാതെ അടിക്കുന്നെങ്കിൽ അത് മിലിറ്ററി തന്നെ അടിക്കണം അളിയാ. അതെനിക്ക് നിനക്ക് വളരെ പറഞ്ഞിട്ടുള്ള ചാളത്തടിയാ. സത്യം പറയാലോ, എനിക്ക് അവൻ്റെ കുപ്പി പിടിക്കാൻ യാതൊരു താല്പര്യം ഉണ്ടായിട്ടല്ല. പിന്നെ കൈ വരുന്ന മിലിറ്ററി സാധനം വെറുതെ അതാ. പക്ഷെ അളിയ സേതു അവൻ എനിക്കൊരു പാരയാകും. നീ അവന്റെ കയ്യിൽ നിന്ന് സാധനം വെച്ച് കുച്ചിട്ട്
ഇപ്പൊ അവനെ കുറ്റം പറയുന്ന. നിനക്കറിയുന്നില്ലയോ ശ്രീലക്ഷ്മിയുള്ള എൻ്റെ സ്നേഹം? പക്ഷേ ഇപ്പൊ എല്ലാരും കൂടെ അവളെ സേതുവിനെ കണ്ട് കെട്ടിക്കാൻ നോക്കുക. വിട്ടു കൊടുക്കത്തില്ല ഞാൻ അവളെ. നീ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിന്റെ കൂടെ ഞാനുണ്ടടാ. അടിക്കാണ്ട് വരണം അവളെ ഇപ്പോ. തട്ടാൻ പറ്റിയ ഒരു സമയം. നീ അത് നേരെ നില്ലടാ, ഇല്ലേ നാട്ടുകാർ നിന്നെ എടുത്തിട്ട് തട്ടും. ഇതെന്തോ വേണമെന്ന് എനിക്കറിയാം. ആരുടെ കണ്ണി കൊണ്ടോടിക്കുന്നത്? ഏത് നാറിയാടാ കണ്ണി ലൈറ്റ് അടിക്കുന്നേ? എടാ പോലീസാടാ, ഓടിക്കൂടാ, വാടാ. എന്താ മക്കളെ, എന്തു പറ്റി? ഒന്നുമില്ല ഏട്ടാ. നേരെ ഒരുപാടായി. ഫോണെടുത്ത് മാറ്റി വെച്ചിട്ട് മോളെ കിടന്നേ.